Hello friends, welcome back to my channel and welcome back to another Vietnam vlog. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വിയറ്റ്നാം വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിയറ്റ്നാമിലെ ഡനാങ്ങിലുള്ള മാർബിൾ മൗണ്ടെയിനിലേക്ക് പോയൊരു വൺ ഡേ ട്രിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 5 ലൈംസ്റ്റോൺ മൗണ്ടെയിനുകളുടെ ഒരു ഗ്രൂപ്പിനാണ് കേട്ടോ മാർബിൾ മൗണ്ടെയിൻ എന്ന് അറിയപ്പെടുന്നത്. ഈ 5 ലൈംസ്റ്റോൺ മൗണ്ടെയിനുകളും ഓരോ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് പേരിട്ടേക്കുന്നത്. മെറ്റൽ, വാട്ടർ, വുഡ്, ഫയർ, എർത്ത് ഈ ഒരു എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ പീക്സിന് പേരിട്ടേക്കുന്നത്. പിന്നെ മാർബിൾ മൗണ്ടെയിൻ ലൊക്കേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡനാങ് സിറ്റി സെന്ററിൽ നിന്ന് 8-9 കിലോമീറ്റർ സൗത്തിലേക്കാണ്. അത് ഹോയാനിലേക്ക് പോകുന്ന റൂട്ടിലാണ്. അപ്പൊ നമ്മുടെ അക്കോമഡേഷൻ നമ്മൾ എടുത്തത് ഹോയാനിലായിരുന്നു. നമ്മളപ്പോൾ ഡയറക്റ്റ് ഹോയാനിൽ നിന്നാണ് ഡനാങ്ങിലേക്ക് വന്നത്. അത്യാവശ്യം ഒരു ഹോളിഡേ ചുറ്റി നടന്ന് കാണാനായിട്ടുള്ള സെറ്റപ്പ് ഈ മാർബിൾ മൗണ്ടെയിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമ്മളൊരു ഫുൾ ഡേ മാർബിൾ മൗണ്ടെയിനും നൈറ്റ് നമ്മുടെ അവിടുത്തെ ഡനാങ്ങിലെ മാർക്കറ്റും ആയിരുന്നു കേട്ടോ സ്പെൻഡ് ചെയ്തത്. അപ്പൊ ഈ മാർബിൾ മൗണ്ടെയിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 7 o'clock സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം 5:30 PM വരെ ഉണ്ട്. ലാസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4:30 PM 4:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻട്രി ഇല്ല. നാച്ചുറൽ ആയിട്ടുള്ള ഗുഹകളുടെ ഇടയ്ക്കൊക്കെയാണ് ബുദ്ധ സാങ്ച്വറീസ് അതുപോലെ തന്നെ ബുദ്ധ സ്റ്റാച്യൂസും ഒക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്ക് വീഡിയോസ് ചെയ്ത് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെട്ടത്തിൻ്റെ കുറവുണ്ട്. കാരണം ഇവിടെ നാച്ചുറൽ ലൈറ്റാണ് കൂടുതലായിട്ടും പ്രിഫറൻസ്. കണ്ടോ, ഇതുപോലെ മുകളിൽ നിന്ന് വരുന്ന ലൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. മാർബിൾ മൗണ്ടെയിനിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40,000 വിയറ്റ്നാമീസ് ഡോങ് ആണ് കേട്ടോ. ഇത് നമ്മൾ സ്റ്റെപ്പ് കയറി നടന്നു പോയാലാണ്. അതല്ലാതെ നമുക്ക് എലിവേറ്റർ ത്രൂ ഇതിനകത്തേക്ക് ആക്സസ് ഉണ്ടായിരുന്നു. എലിവേറ്റർ ത്രൂ ഉള്ള ആക്സസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 15,000 വിയറ്റ്നാമീസ് ഡോങ് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മുടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്ന് കയറി കാണുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മൾ എലിവേറ്റർ പ്രിഫർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 40,000 വിയറ്റ്നാമീസ് ഡോങ് എൻട്രൻസ് ഫീ മാത്രം കൊടുത്തിട്ടാണ് കയറിയത്. ചെക്കിംഗ് ഉണ്ട് എൻട്രൻസിൽ. അപ്പം നമ്മൾ എടുത്ത ടിക്കറ്റ് കാണിക്കണം. ടിക്കറ്റ് കൗണ്ടറും ഉണ്ട് എൻട്രൻസിൽ തന്നെ. ഒരു സൈഡിൽ ടിക്കറ്റ് കൗണ്ടറും വേറൊരു സൈഡിൽ ചെക്കിംഗ് ഉണ്ട്. അവിടെ അവർ പ്രിഫർ ചെയ്യുന്ന ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡസ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ആണ്. പിന്നെ കുറച്ച് കുന്നുമലയും കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഇത്തിരി കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തിങ്ങും അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസും ഒക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കുറച്ച് പാറയിടുക്കിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു പോകാനുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട്. ഏർലി അവേഴ്സിൽ പോകുന്നതാണ് റെക്കമെൻഡഡ് ആയിട്ടുള്ള ടൈം എന്നാണ് നമ്മൾ ഗൂഗിളും വിക്കിപീഡിയ ഒക്കെ കണ്ടത്. പക്ഷെങ്കിൽ നമ്മൾ ഏർലി അവേഴ്സിൽ പോയിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടെ തിരക്കൊക്കെ സെറ്റിൽ ആയ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണ് ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷെ മുഴുവൻ നടന്ന് കാണാൻ രാവിലെ തന്നെ പോകുന്നതായിരിക്കും നന്നാവുക. നമ്മുടെ ഈ മാർബിൾ മൗണ്ടെയിൻ്റെ പല സ്പോട്ടുകളായിട്ട് പനോരമിക് വ്യൂസും അതുപോലെ തന്നെ ലുക്ക് ഔട്ട് പോയിന്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഡനാങ് സിറ്റിയുടെയും അതുപോലെ തന്നെ ബീച്ചിൻ്റെയും കോസ്റ്റ് ലൈൻ്റെ ഒക്കെ വ്യൂ പോയിന്റ്സ് നമുക്ക് പല സ്ഥലത്തു നിന്നായിട്ട് കാണാൻ പറ്റും. ടാം തായ് പഗോഡ, ലിങ് ഉൻ പഗോഡ എന്ന് പറഞ്ഞിങ്ങനെ പല ഏൻഷ്യൻ പഗോഡകളും അതുപോലെ തന്നെ ടവറുകളും പിന്നെ പല ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ബുദ്ധ സ്റ്റാച്യൂസും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ മാർബിൾ മൗണ്ടെയിൻ്റെ പ്രിമൈസസിൽ തന്നെ. ഈ മാർബിൾ മൗണ്ടെയിൻ്റെ ബേസിലായിട്ടൊരു വില്ലേജ് ഉണ്ട്. വില്ലേജിൻ്റെ പേര് നോൺ നോക്ക് സ്റ്റോൺ കാർവിംഗ് വില്ലേജ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ വളരെ ബോറായിരിക്കും. എന്നാലും 400 വർഷങ്ങളായിട്ട് മാർബിൾ കൊണ്ടുണ്ടാക്കിയ സ്റ്റാച്യൂസ്, റിലീജിയസ് ആയിട്ടുള്ള കുറേ സ്റ്റാച്യൂസ് അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാർബിളും കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിൽക്കുന്ന ഒരാൾക്കാരുടെ വില്ലേജാണ്. നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിൽ കാണാൻ പറ്റും അങ്ങനത്തെ കുറേ സാധനങ്ങൾ. വണ്ടി കൊണ്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. അത് ഈവൻ സ്കൂട്ടി ആണെങ്കിലും ബൈക്കാണെങ്കിലും കാറാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് വരുമ്പോൾ അടുത്തടുത്തുള്ള വീട്ടുകാരൊക്കെ വിളിക്കും ഫ്രീ പാർക്കിംഗ് എന്ന് പറഞ്ഞ്. ഒന്നും ഫ്രീ ആയിരിക്കില്ല. എവിടെ നമ്മൾ പാർക്ക് ചെയ്താലും പൈസ കൊടുക്കണം. അപ്പം അങ്ങനെ പൈസ കൊടുക്കേണ്ടാത്ത സ്ഥലങ്ങളുണ്ട് കുറച്ച് മാറ്റി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. പാർക്കിങ്ങിനെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നത് വലിയൊരു എമൗണ്ട് ഒന്നും അല്ല. എന്നാലും നമ്മൾ ഫ്രീ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ പൈസ തന്നെ പറയാൻ നമ്മുടെ അങ്ങോട്ട് തല പെരുക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കിയിട്ട് വേണം എവിടെയെങ്കിലും കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട്.
മാർബിൾ മൗണ്ടൻ്റെ അകത്ത് കാണുന്ന അമ്പലം പോലത്തെ പല സ്ഥലങ്ങളും ഇവിടുത്തെ ആളുകൾ ഭയങ്കര റിലീജിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലങ്ങൾ പോലെ തന്നെയാണ്. അപ്പം നമ്മൾ അകത്ത് കയറുമ്പോൾ കുറച്ച് റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് പെരുമാറാൻ ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെ അമ്പലങ്ങൾ പോലുള്ള ആരാധനാലയങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ചെരുപ്പിടാതെ ആ ഭാഗത്തേക്ക് കയറണം എന്നാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മാർബിൾ മൗണ്ടിൻ്റെ ഇടയ്ക്ക് തന്നെയായിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഫുഡ് സ്റ്റോളുകൾ, ചെറിയ ജ്യൂസ് വിൽക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഫ്രഷ് ജ്യൂസ് തന്നെയാണ്. അപ്പം എക്സ്പെൻസീവ് ആയിരിക്കും കുറച്ചും കൂടെ താഴെ ഉള്ളതിനേക്കാളും. അതുകൊണ്ട് നമ്മൾ ഇവിടെ അകത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. എന്തെങ്കിലും വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നടക്കുന്ന വഴിക്ക് ദാഹിച്ചാൽ കുടിക്കാം. വിയറ്റ്നാമിനെ കുറിച്ച് ജനറലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അവിടുത്തെ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഫുഡും അതുപോലെ തന്നെ ഡ്രിങ്ക്സും, സ്മൂത്തികളും ജ്യൂസുകളും, അങ്ങനെ പലതരം കോൾഡ് ഡ്രിങ്ക്സും ഹോട്ട് ഡ്രിങ്ക്സും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അവിടുത്തെ കോൾഡ് കോഫികളായിരുന്നു കേട്ടോ. ഞാൻ വെറൈറ്റി ടൈപ്പ് ഓഫ് കോൾഡ് കോഫീസ് കുടിച്ചിരുന്നു. എല്ലാം തന്നെ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. നമ്മൾ പോയത് ജനുവരിയിലായിരുന്നു. വിയറ്റ്നാമിൻ്റെ അത്ര വലിയൊരു പീക്ക് ടൈം അല്ല, പക്ഷെ വിയറ്റ്നാമിൻ്റെ തന്നെ പല റീജിയൻസിലും പല വെതറായിരുന്നു കേട്ടോ. അപ്പോൾ വെതർ നോക്കിയിട്ട് ഒരു ടൈമൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ വേണം നമ്മുടെ ട്രിപ്പൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന സ്റ്റാച്യു ഒരു ലേഡി ബുദ്ധയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി നടപ്പൊക്കെ കഴിഞ്ഞപ്പോൾ താഴെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ തന്നെ വില്ലേജസിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്റ്റാച്യൂസൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ വന്നത്. മാർബിൾ കൊണ്ടുണ്ടാക്കിയ കുറച്ച് ലേഡി വിയറ്റ്നാമും പഗോഡയും അതുപോലെ തന്നെ ബേബി ബുദ്ധനൊക്കെ. ഇത് നമുക്ക് നല്ലപോലെ റാപ്പൊക്കെ ചെയ്തായിരുന്നു തന്നു വിട്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും 1-2 ലേഡി വിയറ്റ്നാം ഒടിഞ്ഞു പോയിരുന്നു. പിന്നെ നമ്മൾ ഒരു മാറ്റം വരുത്താതെ അതുപോലെ തന്നെ കൊണ്ടുവന്ന് ഷെൽഫിൽ കയറ്റി വെച്ചു. ഇപ്പം സാധനം ഇരിപ്പുണ്ട്, പക്ഷേങ്കിൽ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. 올 땐 절로 올라오고 내려갈 땐 절로 내려가고. 그러니까 제가 아까 Thank you.
നമ്മൾ മാർബിൾ മൗണ്ടനിൽ ഇറങ്ങി വന്ന് അടുത്തുള്ള ബീച്ചിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടുന്ന് നമ്മൾ തിരിച്ചു പോയത് ഇവിടെ ഒരു നൈറ്റ് മാർക്കറ്റിലേക്കായിരുന്നു. അതോടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ വീഡിയോ നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ വിയറ്റ്നാം വിശേഷങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.